മതനിരപേക്ഷതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. കൂടുതൽ വൈവിധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത്. അനേകം ഭാഷയും വ്യത്യസ്ത മതങ്ങളും എണ്ണിയാലൊടുങ്ങാത്തത്ര ജാതികളും വിവിധ തരത്തിലുള്ള സംസ്കാരങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം. എന്നാൽ അതെല്ലാം ഏകോപിതമായി നാനാത്വത്തിൽ ഏകത്വമെന്ന തത്വമുയർത്തിക്കൊണ്ട് നമുക്ക് യോജിച്ചു പോകാൻ കഴിയുന്നത് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം മതനിരപേക്ഷതയാണ്. നിങ്ങൾ ഏത് മതത്തിലും വിശ്വസിക്കാം, ഏത് മതത്തിലും വിശ്വസിക്കാം. എല്ലാ വിശ്വാസികൾക്കും അതിൻ്റേതായ പൂർണ്ണമായ അവകാശം, അതിനുള്ള സ്വാതന്ത്ര്യം, ഇതാണ് ഭരണഘടന ഉറപ്പു നൽകുന്നത്. അവരവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനാവും. ഇനി ഏതെങ്കിലും ആളുകൾ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ലേ, അവർക്ക് അങ്ങനെയും ജീവിക്കാം. ഇത്ര വിശാലമായ കാഴ്ചപ്പാടാണ് നമ്മുടെ ഭരണഘടനക്കുള്ളത്. അതാണ് മതനിരപേക്ഷതയുടെ പൊരുൾ. ആ മതനിരപേക്ഷത എല്ലാ ഘട്ടത്തിലും ആക്രമിക്കപ്പെടുന്നത് വർഗീയ ശക്തികളിൽ നിന്നാണ്. നേരത്തെ മതനിരപേക്ഷതയല്ല വേണ്ടത്, മതാധിഷ്ഠിത രാഷ്ട്രമാണ് വേണ്ടത് എന്ന് പറഞ്ഞത് വർഗീയതയായിരുന്നു, വർഗീയ ശക്തിയായിരുന്നു. അന്ന് സംഘപരിവാർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചു. RSS ആ നിലപാട് സ്വീകരിച്ചു. എന്നാൽ ഇവരെല്ലാം ഭൂരിപക്ഷ വർഗീയതയാണെന്ന് നമുക്കറിയാം. ഭൂരിപക്ഷ വർഗീയത മാത്രമല്ല ഈ നിലപാട് സ്വീകരിച്ചത്. ആ കാലത്ത് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമി, അവരും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. നമ്മുടെ രാഷ്ട്രം മതാധിഷ്ഠിത രാഷ്ട്രമാകണം എന്നാണ് അവരും ആഗ്രഹിച്ചത്. അപ്പോൾ നാം കാണേണ്ടത് മതനിരപേക്ഷതയ്ക്ക് ഭീഷണിയായി നിൽക്കുന്നത് വർഗീയതയാണ്. വർഗീയതയെ ശക്തമായി എതിരിടാൻ നമുക്ക് കഴിയണം. വിവിധ തരത്തിൽ വർഗീയതയ്ക്ക് മാന്യത കൽപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിൽ ചിലർ ശ്രമിക്കുമ്പോൾ ഇത് ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ മതനിരപേക്ഷതയ്ക്ക് കടുത്ത പോറൽ വർഗീയ ശക്തികൾ ഏൽപ്പിക്കുമ്പോൾ ആ കാര്യത്തിൽ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ശക്തമായി അണിനിരക്കേണ്ടത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന വിഭാഗങ്ങൾ തന്നെയാണ്. ആ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായാലും ഇടതുപക്ഷക്കാരായാലും അവർക്ക് എല്ലാ തരത്തിലും അഭിമാനിക്കാവുന്ന ചരിത്രം മാത്രമേ ഉള്ളൂ. CPIM എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിനായി അണിനിരന്നിട്ടുണ്ട്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരമൊരു നിലയാണ് സ്വീകരിച്ചത് എന്ന് നമ്മുടെ രാജ്യത്തിലെ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന ചില പാർട്ടികൾക്ക് അവകാശപ്പെടാൻ കഴിയുമോ? ഇപ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നല്ലോ കോൺഗ്രസ്. ഇപ്പോൾ വല്ലാതെ ശോഷിച്ചു പോയെങ്കിലും നേരത്തെ രാജ്യമാകെ നിറഞ്ഞു നിന്നവരായിരുന്നല്ലോ. എന്താണ് അവർ സ്വീകരിച്ച നിലപാട്? കോൺഗ്രസിനകത്ത് നേരത്തെ തന്നെ ഒരു വിഭാഗം സംഘപരിവാർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളോട് യോജിപ്പ് പ്രകടിപ്പിച്ചവരായിരുന്നു. പല ഘട്ടങ്ങളിൽ അത്തരം നിലപാടുകൾ വലിയ ദൗർബല്യമായി കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തു കാട്ടാൻ കഴിയും. അവരെ എതിർക്കേണ്ടതിനെ
എതിർക്കാൻ തയ്യാറായില്ല. വർഗീയതയെ മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ശക്തമായി എതിർക്കുന്നതിന് പകരം വർഗീയതയുമായി സമരസപ്പെടാൻ ശ്രമിച്ചു. ഒരുപാട് സംഭവങ്ങൾ, ഉദാഹരണങ്ങൾ, അതെല്ലാം നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ ആകെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. എങ്കിലും ഓരോ ഘട്ടത്തിലും ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ കൃത്യതയാർന്ന നിലപാട് സ്വീകരിക്കാതെ ആ വർഗീയ ശക്തി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് മാന്യത കൽപ്പിച്ചു കൊടുത്ത് അതുമായി സമരസപ്പെടുന്ന നിലപാടാണ് സ്വീകരിച്ചു പോയത്. ഈ ഏറ്റവും ഒടുവിൽ നടന്ന കാര്യത്തിലടക്കം അത് കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ രാജ്യത്തിനു മുന്നിൽ ഏറ്റവും വലിയ മതനിരപേക്ഷതയുടെ മതനിരപേക്ഷതയ്ക്ക് ആപത്തുളവാക്കിയ പ്രശ്നമായി രാജ്യത്തെ മതനിരപേക്ഷ ശക്തികളാകെ കണ്ടൊരു കാര്യമാണ് ബാബറി മസ്ജിദ് തകർത്ത സംഭവം. ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ നടപടികളുമായി BJP മുന്നോട്ട് പോയി. ആ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം നാം കേട്ടു. നിങ്ങൾക്കിതിൽ പ്രത്യേകിച്ച് അവകാശപ്പെടാനൊന്നുമില്ല. ഇതിൻ്റെ മൂലകാരണക്കാരൻ രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ ഞങ്ങൾക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്ന അവകാശവാദം കോൺഗ്രസ് ഉന്നയിക്കുന്നതായി നമ്മൾ കേട്ടു. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഉദാഹരണങ്ങൾ ഈ തരത്തിലുള്ളത് കാണാൻ നമുക്ക് സാധിക്കും. വർഗീയതയുടെ ആടയാഭരണങ്ങൾ എടുത്തണിയുക, വർഗീയതയുടെ അതേ ഭാഷയിൽ സംസാരിക്കുക, ആ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അത് നിങ്ങളതല്ല ഞങ്ങളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്യുക, പശുവിൻ്റെ പേരിൽ കലാപങ്ങൾ സൃഷ്ടിക്കാൻ നോക്കുമ്പോൾ പശുവിനെ ഗോമാതാവായി കണക്കാക്കിയത് ഞങ്ങളാണ് ആദ്യം മുതൽക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് എരിവ് കൂട്ടാൻ കോൺഗ്രസ് രംഗത്ത് വരിക. ഇങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങൾ. ഇതെല്ലാം നമ്മുടെ കൺമുന്നിലുള്ള അനുഭവങ്ങളാണ്. ഇതിൻ്റെ എല്ലാം ഫലമായി സംഭവിച്ചതെന്താണ്? വർഗീയതയെ നേരിടേണ്ട രീതിയിൽ നേരിടാതിരുന്നപ്പോൾ, വർഗീയതയ്ക്ക് മാന്യത കൽപ്പിച്ചു കൊടുത്തപ്പോൾ ആ വർഗീയ ശക്തിയെ സ്വീകരിക്കാവുന്നതാണ് എന്ന ഒരു ധാരണ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവരിൽ തന്നെയുണ്ടായി. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് BJP പ്രധാന ശക്തിയായി നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം BJP പ്രധാന ശക്തിയായി മാറിയത്. അവിടങ്ങളിലെല്ലാം ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നു പ്രധാന ശക്തി. പക്ഷേ ഇപ്പോൾ BJP-യാണ്. ഇതാണ് കാരണം. ഈ നിലപാടാണ് അവരെ ആ നിലയിലേക്ക് എത്തിച്ചത്. അതിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ? ഒരു പാഠവും ഉൾക്കൊള്ളാൻ തയ്യാറല്ല. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലം വെച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ അനുഭവം നാം ഓർക്കണം. ഇവിടെ വർഗീയതയെ നേരിടുമ്പോൾ അവിടെ വോട്ടാണ് പ്രധാനമെന്ന് കാണരുത്. വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിരിടാൻ പറ്റണം. മതനിരപേക്ഷത സംരക്ഷിക്കുമ്പോൾ വർഗീയതയുമായി ഒരു തരത്തിലും സമരസപ്പെടാതിരിക്കണം. എന്നാൽ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന കക്ഷികൾക്കും അത്തരമൊരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമോ? അവരെല്ലാ ഘട്ടത്തിലും 4 വോട്ട് കിട്ടുമെങ്കിൽ ആരുമായും കൂട്ടുചേരാമെന്നാണ്. നമുക്കറിയാം, കേരള സംസ്ഥാനത്തിലാണ്, ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് വലിയ ശക്തിയായി നിലനിൽക്കുമ്പോൾ ഈ സംസ്ഥാനം അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നിടത്തേക്ക് 1957 എത്തുന്നത്. EMSൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്.
ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് അതിനെ പിരിച്ചുവിട്ട കഥയൊക്കെ എല്ലാവർക്കും അറിയാം. തീർത്തും ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് 1960 തെരഞ്ഞെടുപ്പ് വരുന്നു. അന്ന് EMS പട്ടാമ്പിയിൽ മത്സരിക്കുന്നു. ആ പട്ടാമ്പിയിൽ മത്സരിക്കുമ്പോൾ എന്താണ് അന്നത്തെ കോൺഗ്രസ് ചെയ്തത്? EMSനെ എങ്ങനെയും പരാജയപ്പെടുത്തണം. അതിനുവേണ്ടി ആരുടെ സഹായം സ്വീകരിച്ചു? അന്നത്തെ ജനസംഘത്തിന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥി പിൻവലിക്കേണ്ടതാണ് എന്ന് ഇവർ തമ്മിൽ ധാരണയിലെത്തുന്നു. അങ്ങനെ EMSനെ പരാജയപ്പെടുത്താനും ഈ ജനസംഘ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയല്ല, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനും സാക്ഷാൽ അന്നത്തെ ദീൻദയാൽ ഉപാധ്യായ വരുന്നു. അന്നത്തെ ജനസംഘത്തിൻ്റെ പ്രധാനി അദ്ദേഹം വന്ന് പ്രചരണം നടത്തുന്നു. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇതേ കാര്യം പിന്നീട് പാലക്കാട് നടക്കുന്നു. പാലക്കാട് AKG മത്സരിക്കുന്നു പാർലമെൻറ്റിലേക്ക്. ആ പാലക്കാട് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ AKGയെ പരാജയപ്പെടുത്താൻ അന്ന് ഇവരുമായി കോൺഗ്രസ് ചേർന്ന് നിൽക്കുന്നു. അവിടെയും AKGക്കെതിരെ ഒരു പൊതുയോജിപ്പുണ്ടാക്കുന്നു. പക്ഷേ AKG ജയിച്ചു വരുന്നു. ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങളാണ്. കോലീബി സഖ്യം അതിന് ശേഷമാണ് ഉണ്ടാകുന്നത്. വടകര അതിൻ്റെ ഒരു കേന്ദ്രമാണല്ലോ, ഓർമ്മയില്ലേ? എല്ലാം പഴയ കാര്യമാണെങ്കിലും ഓർക്കുന്ന ഒരുപാട് ആളുകൾ കാണുമല്ലോ. വടകരയും ബേപ്പൂരും ആണല്ലോ, ഈ ജില്ലയിലാണല്ലോ അതിൻ്റെ ശരിയായ അരങ്ങേറ്റം നടന്നത്. അത് BJP സ്ഥാനാർത്ഥികളെ നിർത്തുക, ആ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക, കോൺഗ്രസ് പിന്തുണ നൽകുക, ഇതാണല്ലോ നിലപാട് സ്വീകരിച്ചിരുന്നത്. പക്ഷേ കാര്യം പുറത്തായി. മതനിരപേക്ഷ ചിന്താഗതിക്കാരായ ജനങ്ങളാണല്ലോ നാട്ടിൽ മഹാഭൂരിപക്ഷം. അത് ഭൂരിപക്ഷത്തിലും ന്യൂനപക്ഷത്തിലും മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. അവർ ജാഗ്രതായി. അതിൻ്റെ ഭാഗമായി കോൺഗ്രസ് ഉദ്ദേശിച്ച കാര്യം നടന്നില്ല. അവിടങ്ങളിൽ ഈ പറയുന്നവരെ വിജയിപ്പിക്കാൻ പറ്റിയില്ല. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ് പിന്നീടുള്ള ഘട്ടങ്ങൾ പലതരത്തിൽ നടന്നു. ഇവിടെ BJPയെ ജയിപ്പിക്കുന്ന നില നാം കണ്ടു. നിയമം അസംബ്ലിയിൽ 2016 ഒരു അംഗം BJP നേതാവ് തിരഞ്ഞെടുക്കപ്പെട്ട് അസംബ്ലിയിലെത്തി. BJPക്ക് വലിയ ആഹ്ലാദം, സ്വാഭാവികം. എങ്ങനെയാണ് എത്തിയത്? BJPയുടെ കരുത്തുകൊണ്ടല്ല. അവിടെ കോൺഗ്രസിൻ്റെ വോട്ട് കാണാനില്ല. ആ വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് പോയി. അത് അടുത്തൊരു മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരാനായിരുന്നുവെന്ന് പിന്നീട് മനസ്സിലായി. ആ മണ്ഡലം BJPക്ക് അവകാശപ്പെട്ടതല്ല എന്നെല്ലാവർക്കും അറിയാം. ഞങ്ങൾ 2021 അവിടെ വെച്ച് തന്നെ പറഞ്ഞു ഈ അക്കൗണ്ട് ഇവിടെ പൂട്ടിക്കുമെന്ന്. 2021 തെരഞ്ഞെടുപ്പിൽ ആ അക്കൗണ്ട് പൂട്ടിച്ചു. അവിടുന്ന് സഖാവ് ശിവൻകുട്ടി ജയിച്ചു വന്നു. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായി മന്ത്രിസഭയിലിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം നാടകങ്ങളാണ് നാം കണ്ടത്. ആ നാടകങ്ങളുടെ ഒരു പ്രത്യേക
ഘട്ടം തൃശ്ശൂരിൽ കണ്ടല്ലോ. തൃശ്ശൂരിൽ ഒരു BJP അംഗം ജയിക്കുന്നു. എങ്ങനെയാണ് ജയിക്കുന്നത്? തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ വോട്ട് കാണാനില്ല. 2019 കോൺഗ്രസ്സിന് കിട്ടിയ വോട്ട് വലിയ തോതിൽ ഇടിഞ്ഞു പോകുന്നു. അങ്ങനെ വന്നപ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് ജയിക്കാനാകുന്നു. ഇതൊക്കെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണല്ലോ. ഏതെല്ലാം മറിമായങ്ങളാണ് നടന്നത്. ഇതൊരു ഭാഗം. അതേസമയം 4 വോട്ടിനു വേണ്ടി എന്തും ചെയ്യാം എന്ന നില സ്വീകരിക്കുന്നത് നാം കണ്ടില്ലേ. അതിൻ്റെ ഭാഗമായി ഒരു ഭാഗത്ത് BJPയെ പല രീതിയിൽ സഹകരിപ്പിക്കാൻ നോക്കുമ്പോൾ, ഭൂരിപക്ഷ വർഗീയതയുമായി സമരസപ്പെടാൻ നോക്കുമ്പോൾ, മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയുമായും വല്ലാതെ സമരസപ്പെടുന്ന കാഴ്ചയല്ലേ കാണാൻ സാധിക്കുന്നത്. അതിൽ വലിയ പങ്ക് കോൺഗ്രസും ലീഗുമാണല്ലോ വഹിക്കുന്നത്. 4 വോട്ട് കിട്ടിയാൽ മതി. അതിൻ്റെ ഭാഗമായി 1-2 സീറ്റ് കിട്ടിയാൽ അത് എല്ലാം കൊണ്ടും നേട്ടമായി എന്നാണോ ഇവർ കണക്കാക്കുന്നത്? വർഗീയതയുമായി സഹകരിക്കുന്ന നിലവന്നാൽ തകരുന്നത് മതനിരപേക്ഷതയാണ്. മതനിരപേക്ഷതയുടെ തകർച്ച നമ്മുടെ നാടിനും രാജ്യത്തിനുമാണ് ആപത്തുണ്ടാക്കുക. ആ ആപത്തുണ്ടാക്കുന്ന നിലപാട് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കാൻ പാടുണ്ടോ? അവിടെ വോട്ടാണ് പ്രധാനമെന്ന് കാണാൻ പാടുണ്ടോ? ആരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് അറിയാത്തവരല്ലാലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാവുന്ന അവസ്ഥയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും SDP-യും എത്തി നിൽക്കുകയല്ലേ. അവരാണല്ലോ കൈകാര്യകർത്തൃത്വം. അവർക്കാണല്ലോ പരോക്ഷമായി ലീഗിനെ അടക്കം നയിക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഇത്തരമൊരു സാഹചര്യം വന്നു ചേർന്നത്? എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും തുറന്നെതിർക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കഴിയാത്തത്? കഴിയണ്ടേ? ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരേപോലെ എതിർക്കാനാവണ്ടേ? എന്തുകൊണ്ട് എതിർക്കാനാവുന്നില്ല? ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ഞങ്ങൾ നേരത്തെ പരാജയപ്പെട്ടൊരു മണ്ഡലമാണ്. മറ്റൊരു മണ്ഡലം പാലക്കാടാണ്. പാലക്കാട് 2016 തന്നെ ഞങ്ങൾ 3-ാം സ്ഥാനത്ത് പോയ മണ്ഡലമാണ്. വേറൊരു മണ്ഡലം ചേലക്കരയാണ്. ചേലക്കര ഞങ്ങൾ ജയിച്ച മണ്ഡലമാണ്. അവിടെ LDF-നെ എങ്ങനെയും പരാജയപ്പെടുത്തും എന്ന വാശിയിലായിരുന്നു കോൺഗ്രസും UDF-ഉം പ്രവർത്തിച്ചത്. ഒരുപാട് കാര്യങ്ങൾ അതിന് ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പ്രശസ്തമായ വിജയം തന്നെ ചേലക്കരയിൽ LDF നേടി. അവർ പ്രതീക്ഷിച്ചതുപോലെ ചേലക്കര സംഭവിച്ചില്ല. ജനങ്ങൾ LDF-നോടൊപ്പം തന്നെ അണിനിരന്നു. പാലക്കാട് LDF-ൻ്റെ അവസ്ഥ നേരത്തെയുള്ള നിലയിൽ നിന്ന് വലിയ മാറ്റം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും പോളിംഗ് കുറഞ്ഞപ്പോഴും ഞങ്ങളുടെ വോട്ടിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ അവിടെയായി. അവിടെ ശ്രദ്ധയാകർഷിച്ച കാര്യം എന്താ? ആ ശ്രദ്ധയാകർഷിച്ച കാര്യം UDF ജയിച്ചു വന്നപ്പോൾ, കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു വന്നപ്പോൾ ആ ജയം ആദ്യം ആഘോഷിച്ചത് SDP ആയിരുന്നു. ഞങ്ങളുടെ ജയമാണ് എന്നാണ് അവർ പറഞ്ഞത്. അത് തള്ളിപ്പറയാൻ കോൺഗ്രസ്സിനാവില്ല. എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ജയം SDP-യുടെ ജയമായി മാറുന്നത്?
SDPI ആ തരത്തിൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണോ? ഓർമ്മയില്ലേ PFIയെ പറ്റി? അതുമായി ഒരു ബന്ധവും ഇല്ലാത്തവരാണോ SDPI? എന്ത് നിലവെച്ചാണ്, എന്ത് താല്പര്യം വെച്ചാണ്, എന്ത് നാടിൻ്റെ താല്പര്യം വെച്ചാണ് SDPIയുമായി ബന്ധപ്പെടുന്നത്? 4 വോട്ട് പോരട്ടെ, വർഗീയതയായാലും ഞങ്ങൾക്ക് ഇപ്പോൾ പ്രധാനം വോട്ട് കിട്ടലാണ് എന്ന നിലപാടല്ലേ? വോട്ടാണോ പ്രധാനം? വോട്ടിനു വേണ്ടിയാണോ നിലപാടുകൾ സ്വീകരിക്കേണ്ടത്? മുൻപൊരു കാലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് തലശ്ശേരിയിൽ വന്നപ്പോൾ അന്ന് ഒരു പ്രധാന വിഷയം ഉയർന്നു വന്നു. അന്ന് സഖാവ് EMSനോട് ആളുകൾ ചോദിച്ചു, RSSൻ്റെ വോട്ട് സ്വീകരിക്കൂ? അർത്ഥശങ്കക്കിടയില്ലാതെയല്ലേ CPIഎമ്മിൻ്റെ നിലപാട് EMS വ്യക്തമാക്കിയത്? വോട്ടാണ്, തെരഞ്ഞെടുപ്പാണ്, എല്ലാ വോട്ടും ഇങ്ങ് പോരട്ടെ എന്ന നിലപാടല്ല. RSSൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് തറപ്പിച്ച് പറയാൻ EMSന് കഴിഞ്ഞു. അതാണ് രാഷ്ട്രീയം, അതാണ് നാടിനോടുള്ള താല്പര്യം. വർഗീയതയെ ഏതെങ്കിലും തരത്തിൽ സഹകരിപ്പിക്കലല്ല, ഏതെങ്കിലും വിധത്തിൽ വർഗീയതക്ക് മാന്യത കൽപ്പിച്ചു കൊടുക്കലല്ല. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്താ? ഇവിടെ SDPI നേരെ പറയുന്നു, ഞങ്ങളാണ് വിജയത്തിൻ്റെ നേരവകാശികൾ. അതിൻ്റെ കൂടെ അതിന് മേലൊപ്പ് ചാർത്താൻ ലീഗും കോൺഗ്രസും തയ്യാറാകുന്നു. ഇവിടെയെല്ലാം നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഏതെല്ലാം തരത്തിലാണ് കാര്യങ്ങൾ നടന്നത്? എവിടത്തേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത്? ഏതു തരത്തിലുള്ള വികാരമാണ് ഉയർത്താൻ നോക്കുന്നത്? മതനിരപേക്ഷതയുടെ വികാരമാണോ, വർഗീയതയുടെ വികാരമാണോ? എല്ലാവരും ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണത്. ഇത് ഒരു തെരഞ്ഞെടുപ്പിന്റെ വിഷയം മാത്രമല്ല, ഏതാനും വോട്ടുകളുടെ വിഷയം മാത്രമല്ല, നമ്മുടെ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. വർഗീയതയ്ക്ക് ഒരു തരത്തിലും മാന്യത കൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ദൗർബല്യമുണ്ടാകും. ആ ദൗർബല്യം പരിഹരിക്കുന്നതിന് വർഗീയതയുടെ സംഘടനാശേഷിയല്ല ഉപയോഗിക്കേണ്ടത്. വർഗീയ ശക്തികൾക്ക് അവരുടേതായ സംഘടനാശേഷി ഉണ്ടാവും. അത് പ്രത്യേകമായ രീതിയിൽ അവർ ആർജിക്കുന്നതാണ്. അത് മാതൃകയാക്കിയെടുക്കലല്ല മതനിരപേക്ഷ ശക്തികൾ ചെയ്യേണ്ടത്. മതനിരപേക്ഷ ശക്തികളുടെ നിലപാടിലൂടെ വർഗീയതയെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. ഇവിടെ അത്തരമൊരു ശ്രമം ഉണ്ടായോ? ഏതെല്ലാം തരത്തിലുള്ള മാന്യതയാണ് ജമാഅത്തെ ഇസ്ലാമിക്കും ഈ പറഞ്ഞ SDPIക്കും കൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായത്? എന്തൊരു മെയ്യഭ്യാസമാണ് നിങ്ങൾ കാണിക്കുന്നത്? ആ മെയ്യഭ്യാസത്തിൻ്റെ ഭാഗമായി ഒരു വശത്ത് ഭൂരിപക്ഷ വർഗീയത, മറുവശത്ത് ഈ പറഞ്ഞ ന്യൂനപക്ഷ വർഗീയത. ഇവരെയും കൊണ്ട് ഒന്നിച്ചു നീങ്ങാൻ കഴിയുമെന്നാണോ നിങ്ങൾ കണക്കാക്കുന്നത്? അത്യന്തം ആപൽക്കരമായ ഒരു നിലയാണ് ഇവർ സ്വീകരിച്ചു പോകുന്നത് എന്നത് നാം കൃത്യമായി ഉൾക്കൊള്ളണം. ഇത് നാടിനാപത്തായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കേണ്ട ഒരു പാർട്ടിയാണ്. കാരണം മുസ്ലിം ബഹുജനങ്ങൾ എടുത്താൽ മുസ്ലിം ബഹുജനങ്ങളിൽ മഹാഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന സുന്നി വിഭാഗം എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ബഹുജനങ്ങളിലെ മഹാഭൂരിപക്ഷം എല്ലാ കാലത്തും വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, ന്യൂനപക്ഷ വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇടക്കിടക്ക് പറയാറുണ്ടല്ലോ ഞങ്ങള് മുസ്ലിമിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്ന്. ഇതാണോ മുസ്ലിമിന്റെ താല്പര്യം സംരക്ഷിക്കൽ? ഈ രാജ്യമാകെ ന്യൂനപക്ഷത്തിനെതിരെ വേട്ടയാടൽ നടക്കുന്നു. ഈ രാജ്യമാകെ ന്യൂനപക്ഷത്തെ ഏതെല്ലാം തരത്തിൽ ആക്രമിക്കാൻ കഴിയുമെന്നത് നോക്കി നടക്കുന്നു. ആ ഘട്ടത്തിൽ
വർഗീയതക്ക് വളം വെച്ചു കൊടുക്കുന്ന നിലപാട്, അത് ന്യൂനപക്ഷങ്ങൾക്കാണ് ആപത്തായി വരുന്നത്. അത് മനസ്സിലാക്കാൻ കഴിയണം. നിങ്ങൾക്ക് താൽക്കാലിക സീറ്റ് ലാഭം ഉണ്ടാകുമ്പോൾ അതിൻ്റെ തുടർച്ചയായി സംഭവിക്കാൻ പോകുന്നത് വലിയ തോതിലുള്ള ആപത്ത് പൊതുവായി ന്യൂനപക്ഷങ്ങൾക്കാണ്. നമ്മുടെ രാജ്യത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം ആക്രമിക്കപ്പെടുകയല്ലേ? മുസ്ലിം മാത്രമാണോ? ക്രിസ്ത്യാനി വലിയ തോതിൽ ആക്രമിക്കപ്പെടുകയല്ലേ? ഇതെല്ലാം കാണേണ്ടതല്ലേ? അത് കണ്ടുകൊണ്ടുള്ള നിലപാടല്ലേ സ്വീകരിച്ചു പോകേണ്ടത്? ആ നിലപാട് സ്വീകരിക്കാത്തത് അങ്ങേയറ്റം അപകടകരമായതാണ്, നാടിനാപത്താണ്, നിങ്ങൾക്ക് സ്വയം ആപത്ത് വരുത്തി വെക്കുന്നതാണ്. ഒരു പാർട്ടി എന്ന നിലക്ക് നിങ്ങളെ വലിയ തോതിൽ ക്ഷീണിപ്പിക്കുന്ന ഒന്നാണ് എന്നത് തിരിച്ചറിയാൻ ബന്ധപ്പെട്ട പാർട്ടികൾക്ക് കഴിയണം എന്നതാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഇന്ന് പരിശോധിച്ചാൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യത്താകെ ഒരു ഗവൺമെൻറ്റാണ് ഇടതുപക്ഷത്തിന് നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. അത് കേരളത്തിലെ LDF ഗവൺമെൻറ്റാണ്. കേരളത്തിലെ LDF ഗവൺമെൻറ് പ്രത്യേകത എന്താണ്? കേരളത്തിലെ LDF ഗവൺമെൻറ് രാജ്യത്താകെ നടപ്പാക്കുന്ന, കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ അതേപോലെ അംഗീകരിച്ച് നടപ്പാക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല. ആ പ്രത്യേകത നല്ലതുപോലെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. രാജ്യത്ത് നടപ്പാക്കുന്നത് എന്താണ്? നവ ഉദാരവൽക്കരണ നയമാണ്. അതിൻ്റെ ഏറ്റവും വലിയ വക്താവായാണ് നരേന്ദ്രമോദി നിലകൊള്ളുന്നത്. അതിൻ്റെ ഭാഗമായി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ജനങ്ങൾക്കെതിരായ വിവിധ നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. ഇത് അതേപോലെ അംഗീകരിച്ച് നടപ്പാക്കുന്നൊരു ഗവൺമെൻറ് അല്ല LDF സർക്കാർ. രാജ്യത്ത് ഈ നയം അംഗീകരിക്കാത്ത ഏക ഗവൺമെൻറ്റാണ് എന്ന് പറഞ്ഞാലും ആശ്ചര്യമൊന്നുമില്ല കേട്ടോ. അതാണ് വസ്തുത. അതാണ് രാജ്യത്തിൻ്റെ അവസ്ഥ. നവ ഉദാരവൽക്കരണ നയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ പൊതുവായ ജനങ്ങളുടെ സാഹചര്യം, ആ സാഹചര്യത്തിലേക്ക് ജനങ്ങളെ എത്തിച്ചത് ഈ നയമാണ്. ഇന്ന് ഇന്ത്യ ലോകത്തെടുത്താൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഒരു രാജ്യമാണ്. ഇത്തരമൊരവസ്ഥയിലേക്ക് രാജ്യം എത്തിച്ചേർന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനം അത് നോക്കിയാൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു, പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരീകരിക്കപ്പെടുന്നു. ഇതാണ് അവസ്ഥ. യാഥാർത്ഥ്യം അതാണ്. അതിൻ്റെ ഭാഗമായി രാജ്യങ്ങളുടെ ഒരു പട്ടിക, ദരിദ്രരുടെ കണക്കെടുത്തുകൊണ്ട് രാജ്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി. അങ്ങനെ തയ്യാറാക്കിയപ്പോൾ നമ്മൾ കിടക്കുന്നത് 105 സ്ഥാനത്ത്. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ ആ പട്ടികയിൽ. അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കണ്ട്, നമ്മുടെ തൊട്ട് കിടക്കുന്ന രാഷ്ട്രങ്ങളുണ്ടല്ലോ, തൊട്ട് കിടക്കുന്ന ഒരു രാഷ്ട്രവും നമ്മുടെ പുറകിലില്ല. നമ്മളെക്കാളും വളരെ മുന്നിലാണ് അവരൊക്കെ. എങ്ങനെയാണ് ഇത്തരം ഒരവസ്ഥയുണ്ടായത്? ഈ നയം അതിതീവ്രമായി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് നമ്മുടെ നാട്ടിലെ, രാജ്യത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തകർക്കപ്പെടുന്നത്. ജനങ്ങളുടെ പൊതുജീവിതം തകരുന്നു. കർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നില്ല, ഒരു തരത്തിലുള്ള സഹായങ്ങളും നൽകുന്നില്ല. ഉള്ളതെല്ലാം വലിയ തോതിൽ വെട്ടിക്കുറക്കുന്നു. ഈ നയം BJP ആണ് നടപ്പാക്കുന്നതെങ്കിൽ BJP യുടെ മാത്രം നയമാണോ ഇത്?
ഈ നയം ആരുടേതാണ്? ആരാണ് ഇതിന് തുടക്കം കുറിച്ചത്? കോൺഗ്രസ് അല്ലേ? ഞങ്ങൾ ഒരു കാലത്ത് തുടക്കം കുറിച്ചതാണ്. അനുഭവത്തിനത് പെശകായി കണ്ടു, ഞങ്ങളത് മാറ്റുന്നു എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും പറയുന്നുണ്ടോ? ഇപ്പോഴും അതേ നയത്തിലല്ലേ? ഇപ്പൊ നമ്മുടെ അനുഭവം 2016 മുൻപുള്ള 2011-16 കാലം ഇവിടെ UDF ഗവൺമെന്റ് ആയിരുന്നല്ലോ. ഇവിടെ UDF ഗവൺമെന്റ് ഉള്ള കാലത്ത് കേന്ദ്രത്തിൽ 2 ഗവൺമെന്റ് ഉണ്ടായി. ആദ്യത്തേത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, പിന്നത്തേത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ഈ 3 ഗവൺമെന്റും അംഗീകരിച്ചത് ഈ നവ ഉദാരവൽക്കരണ നയമാണ്. ആ നവ ഉദാരവൽക്കരണ നയത്തിന്റെ ഫലം എന്താ? നമ്മുടെ നാട് അന്ന് അനുഭവിച്ച ഗതികേടെല്ലാം അതിന്റെ ഭാഗമായിരുന്നു. എന്തായിരുന്നു അവസ്ഥ? തകരാത്ത ഏതെങ്കിലും മേഖലയുണ്ടായോ? അന്ന് ജനങ്ങളാകെ ശപിച്ചു കഴിയായിരുന്നില്ലേ? ആ അവസ്ഥയിൽ എത്തിച്ചത് ഈ നയമാണ്. ഇപ്പോ രാജ്യത്ത് മറ്റൊട്ടേറെ സംസ്ഥാനങ്ങൾ, ചില സംസ്ഥാനങ്ങളെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, ഇതേ നയമല്ലേ അവിടെ നടപ്പാക്കുന്നത്? ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. അതിദരിദ്ര കുടുംബങ്ങൾ. നമ്മുടെ സംസ്ഥാനത്ത് ആ അതിദരിദ്ര കുടുംബങ്ങളെ നോക്കിയപ്പോൾ 64,006 കുടുംബമാണ്. ഏകദേശം 3 വർഷം മുൻപുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. അത് പരിശോധിച്ചപ്പോൾ LDF അത് ഗൗരവമായി കണ്ടു. ആ അതിദരിദ്ര കുടുംബങ്ങളെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് നിലപാടെടുത്തു. സർക്കാർ അതിൻ്റെ നടപടികൾ ആരംഭിച്ചു. എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇത് 2025 നേരത്തെ പ്രഖ്യാപിച്ചതാണ്. 2025 നവംബർ 1. ആ നവംബർ 1 ആകുമ്പോൾ ഇന്ത്യ രാജ്യത്ത് കേരളമെന്ന സംസ്ഥാനം അതിദരിദ്ര കുടുംബങ്ങളൊന്നുമില്ലാത്ത ഒരു സംസ്ഥാനമായി മാറും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണത് കഴിയുന്നത്? അത് കഴിയുന്നത് ബദൽ നയമാണ് ഇവിടെ നടപ്പാക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള നയമാണ് നടപ്പാക്കുന്നത്. ഇപ്പൊ ഞങ്ങള് പാവപ്പെട്ട നമ്മുടെ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ എന്ന നിലക്ക് 1,600 രൂപ കൊടുക്കുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് വക്താക്കൾ വന്ന് പറഞ്ഞല്ലോ അത് കൊടുക്കാൻ പാടില്ല എന്ന്. നിങ്ങൾ ഇത്രയും തുക എങ്ങനെ കൊടുക്കുന്നു? കൊടുക്കുന്നെങ്കിൽ തന്നെ ഇത്രയധികം തുക കൊടുക്കേണ്ടതില്ല. ഞങ്ങള് അത് അംഗീകരിച്ചോ? അതിനകത്ത് അവരുടെ നയത്തിന്റെ ഭാഗം. ഇവിടെ ആ പാവപ്പെട്ടവരെ സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാർ സ്വീകരിച്ചു പോകുന്ന ഒരു നിലപാടാണ്. LDFന്റെ നയമാണ്. അതുകൊണ്ടാണ് നേരത്തെ 600 രൂപ ഉണ്ടായിരുന്നത് 1,600 വർദ്ധിപ്പിച്ചത്. അത് കൃത്യമായി നൽകാനായിരുന്നു പെൻഷൻ കമ്പനി ഉണ്ടാക്കിയത്. അതിനാണ് തടയിടാൻ നോക്കിയത്. പെൻഷൻ കമ്പനി വാങ്ങുന്ന പണം സംസ്ഥാനത്തിന്റെ വായ്പയായി പരിഗണിക്കുമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ആ വരുമാനം തടയലായിരുന്നു ഉദ്ദേശിച്ചത്. എങ്കിലും കൃത്യമായി കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയാണ്. വല്ലാതെ സാമ്പത്തികമായി ഞെരുക്കലും ശ്വാസം മുട്ടിക്കലും വന്നപ്പോൾ ചില കുടിശ്ശികകൾ വന്നു. സർക്കാർ പറഞ്ഞു ആ കുടിശ്ശികയടക്കം കൃത്യമായി കൊടുത്തു തീർക്കും. മാസം തോറും കൃത്യമായി പെൻഷൻ നൽകുന്നവരെ സ്വീകരിക്കും. അതല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഈ വർഷം 2 ഗഡുക്കൾ കുടിശ്ശിക കൊടുത്തു തീർത്തില്ലേ? അപ്പൊ എന്താണോ LDF പറയുന്നത് അത് അതേ രീതിയിൽ നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ്. 2016 വരെയുള്ള UDF കാലത്ത് കേരളം തകർന്നു കിടക്കുന്നതിൻ്റെ മാറ്റം നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ ഈ റോഡ് ഈ നിലയിൽ ആർക്കെങ്കിലും ഊഹിക്കാൻ കഴിയുമായിരുന്നോ? ഇങ്ങനൊരു മാറ്റം ഇവിടെ ഉണ്ടാകുമെന്ന് ആരെങ്കിലും ഊഹിച്ചിരുന്നോ? അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മൾ വടകരയിൽ നിന്ന് കോഴിക്കോട് പോക്കാണെങ്കിൽ അതിന് ഒരുപാട് സമയം എടുക്കേണ്ടി വരും എന്ന കണക്കൂട്ടലല്ലേ നിന്നിരുന്നത്.
എന്തുകൊണ്ടായിരുന്നു? ആ പദ്ധതി തകർത്തതുകൊണ്ടല്ലേ? പദ്ധതിക്ക് ഒരു നടപടിയും സ്വീകരിക്കാത്തതുകൊണ്ടല്ലേ? 2016 LDF വന്നിരുന്നില്ലെങ്കിൽ ഈ റോഡ് നാഷണൽ ഹൈവേ ഇന്നത്തെ നിലയിൽ കാണുമായിരുന്നോ? കുറച്ചു കഴിഞ്ഞാൽ നല്ല വേഗതയിൽ പോകുന്ന റോഡായിട്ടത് മാറുമല്ലോ. ആ നിലയിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതും തടയാൻ പറ്റുമെന്ന് ചിലർ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തടയാൻ കഴിയുന്ന കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം നിശ്ചയിച്ചതുപോലെ നടത്തും എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് യാതൊരു സംശയവും ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ 90,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബി മുഖേന നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ആ പദ്ധതികൾ നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ കിഫ്ബി മുഖേന പദ്ധതികൾ നടപ്പാക്കുന്നത് തടയാൻ വേണ്ടിയാണ് കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽപ്പെടുത്തുമെന്ന് പറഞ്ഞത്. ഒരു ചോദ്യം കേന്ദ്രത്തോട് സ്വാഭാവികമായും ചോദിച്ചു. നിങ്ങളുടെ കയ്യിൽ, കേന്ദ്രത്തിൻ്റെ കയ്യിൽ നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള കുറേ സ്ഥാപനങ്ങളുണ്ടല്ലോ, അവരൊക്കെ എടുക്കുന്ന വായ്പ കേന്ദ്ര ഗവൺമെൻറ് വായ്പാ പരിധിയിൽ പെടുത്തിയിട്ടില്ലല്ലോ. അതിനുത്തരവില്ല. പറഞ്ഞ ഉത്തരം, നിങ്ങൾ എന്തുകൊണ്ടാണ് അതിന് പെടുത്താതെ കിഫ്ബി ഏതിൽ പെടുത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം, കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ല. ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രയാസവും കിഫ്ബിക്ക് ഉണ്ടായിട്ടില്ല. അതിന് കൃത്യമായ വരുമാനം നേരത്തെ ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിലുള്ളൊരു വരുമാനം എന്താണ് അവർ ഉദ്ദേശിക്കുന്നതാണ് തോന്നുന്നത്. ഏതായാലും കിഫ്ബിയുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുക, തടയുക, അതാണ് ഉദ്ദേശമെങ്കിൽ അതിനോട് പൊരുത്തപ്പെടാൻ സംസ്ഥാനത്തിന് കഴിയില്ല. നമുക്കത് ആവശ്യമാണ്. നമുക്ക് വിവിധ മേഖലയിൽ വികസിക്കണം, വിവിധ മേഖലയിൽ പുരോഗതി ഉണ്ടാവണം, അതിന് പണം ചെലവിടണം. ആ പണം ചെലവിടാൻ മാത്രം നമ്മുടെ സംസ്ഥാന ഖജനാവിന് ഇപ്പോൾ ശേഷിയില്ല. അതിന് മറ്റൊരു സ്രോതസ് വേണം. ആ കിഫ്ബിക്ക് അതിന് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ ആ മാറ്റം അടക്കം കൊണ്ടുവന്ന് കിഫ്ബിയെ നിലനിർത്തുമെന്നുള്ളത് തന്നെയാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഒരു തരത്തിലുള്ള തകർച്ചക്കും നാടിൻ്റെ തകർച്ചയ്ക്കിടയാക്കുന്ന ഒരു കാര്യത്തിനും കൂട്ടുനിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണല്ലോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസ മേഖല എത്ര വലിയ തകർച്ചയായിരുന്നു നേരിട്ടത്. 2016 എന്തൊരു വേദനയായിരുന്നു പൊതുവിദ്യാഭ്യാസൽപരരായ ആളുകൾക്ക്. ഇപ്പൊ ആരുടെയെങ്കിലും മനസ്സിൽ വേദനയുണ്ടോ? നേരത്തെ 5 ലക്ഷം കുട്ടികൾ ഒഴിഞ്ഞുപോയി എന്ന് പരാതിപ്പെട്ട സ്ഥാനത്തല്ലേ 10 ലക്ഷത്തിലധികം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അതിനെ ഒന്നിനൊന്ന് മെച്ചപ്പെടുത്താനുള്ള നടപടികളിലേക്കല്ലേ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കുട്ടികളുടെ പിഞ്ചു മനസ്സിൽ ദേശവിരുദ്ധമായ വികാരങ്ങൾ, ചരിത്രവിരുദ്ധമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം കേന്ദ്ര ഗവൺമെന്റ് നടത്തുമ്പോൾ അരുത് എന്ന് പറയാൻ കേരളത്തിലൊരു ഗവൺമെന്റ് ഉണ്ടായല്ലോ. നിങ്ങൾ പറയുന്നത് അതേപോലെ പഠിപ്പിക്കാനല്ല, ഞങ്ങൾ യഥാർത്ഥ വസ്തുക്കൾ തന്നെ പഠിപ്പിക്കും എന്ന് പറഞ്ഞ് പാഠപുസ്തകങ്ങൾ ആ തരത്തിൽ തയ്യാറാക്കിയല്ലോ. നല്ല മികവോടെ വിദ്യാഭ്യാസം നിലനിൽക്കുകയല്ലേ. ഉന്നത വിദ്യാഭ്യാസം വെറുതെ എല്ലാരോ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. 2016 അവസ്ഥയെടുത്താല് നമ്മൾ എത്രയോ പുറകിലായിരുന്നു. വിദ്യാഭ്യാസത്തിൽ നമ്മൾ പൊതുവിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നെങ്കിലും മികവിന്റെ കാര്യത്തിൽ നമ്മൾ പുറകിലായിരുന്നു. 2016 അവസ്ഥയെടുത്താല് ഒരു യൂണിവേഴ്സിറ്റിയും രാജ്യത്തെ ആദ്യത്തെ 100-നകത്തില്ല. എല്ലാം പുറത്താണ്, അത്ര പുറകിലാണ്. ഞങ്ങൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരെ വിളിച്ച് ചർച്ച ചെയ്തു. ഇത് മാറണ്ടേ എന്ന് ചോദിച്ചു. മാറണമെന്ന് അവർ സമ്മതിച്ചു.
അവരും ശ്രമിച്ചു. സർക്കാർ അതിനാവശ്യമായ പിന്തുണ നൽകി. ആ പിന്തുണയിൽ കിഫ്ബിയുടെ പണവുമുണ്ട്. എല്ലാം പൂർണ്ണമായി എന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയോ? ഇപ്പോ രാജ്യത്തെ ആദ്യത്തെ 1 ഡസൻ യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതില് 3 യൂണിവേഴ്സിറ്റികൾ നമ്മുടെ കേരളത്തിൻ്റെതാണ്. കേരള യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, ഗാന്ധി യൂണിവേഴ്സിറ്റി. നമ്മുടെ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 43 സ്ഥാനത്തുമുണ്ട്, 100 പുറത്തല്ല. ഇതാണ് മാറ്റം. നിരവധി കോളേജുകൾ ഇപ്പോ നല്ല മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. രാജ്യത്ത് അംഗീകരിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുറേ എണ്ണം കേരളത്തിലുണ്ടായിരിക്കുന്നു. ഇത് മാറ്റമല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നിൽക്കണമെന്നല്ല, ഇനിയും മുന്നേറണം, ഇനിയും മാറണം. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി മറ്റ് രാജ്യങ്ങളിലെ കുട്ടികളടക്കം ഇങ്ങോട്ട് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ആ ഒരു പ്രോസസ്സിലല്ലേ നമ്മൾ നിൽക്കുന്നത്? ഇവിടെ കേരളത്തെ സംബന്ധിച്ച് 2016 വരെയുള്ള ചിത്രം എന്തായിരുന്നു? ഒരു വ്യവസായവും ഇങ്ങോട്ട് വരില്ല. കാരണം നമുക്ക് പശ്ചാത്തല സൗകര്യമില്ല, മറ്റു കാര്യങ്ങളില്ല, പിന്നെ കുറേ കുറ്റങ്ങൾ, ഇപ്പോൾ എന്തെല്ലാം കുറ്റങ്ങൾ പറയാൻ പറ്റുമോ ആ കുറ്റങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു. LDF അധികാരത്തിൽ വന്നപ്പോൾ ക്ഷമാപൂർവമുള്ള പ്രവർത്തനമാണ് ആരംഭിച്ചത്. നമ്മുടെ സംസ്ഥാനത്തെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റണം. വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ നടന്നു. വ്യവസായികളുടെ യോഗം നടന്നു, തൊഴിലാളി പ്രതിനിധികളുടെ യോഗം നടന്നു, നമ്മുടെ നിയമങ്ങളിൽ മാറ്റം വന്നു, ചട്ടങ്ങളിൽ മാറ്റം വരുത്തി. അങ്ങനെ പടിപടിയായി ഇപ്പൊ എവിടെയെത്തി? നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനം എന്ന നില കേരളം ആർജിച്ചു. ഇത് UDF ആണെങ്കിൽ സാധിക്കുമായിരുന്നോ? ഇപ്പോ വലിയ ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നു. നമുക്ക് പറ്റാവുന്ന വ്യവസായങ്ങളെ നമുക്ക് യോജിക്കാൻ പറ്റൂ. പക്ഷെ നമുക്ക് പറ്റാവുന്ന ഒരുപാട് വ്യവസായങ്ങളുണ്ട്, നല്ല വ്യവസായങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ യുവാക്കൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ആർജിച്ച് അവരാർജിച്ച കഴിവനുസരിച്ചുള്ള തൊഴിൽ നോക്കുമ്പോൾ അതിനു പറ്റിയ സ്ഥാപനങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ വിഷമിക്കും. ആ സ്ഥാപനങ്ങൾ ഇവിടെ വരാൻ പോകുന്നു. ഇവിടെ പഠിക്കുന്ന കുട്ടികള് വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായ തരത്തിലുള്ള മികവ് സമ്പാദിക്കുന്നില്ലെങ്കിൽ അവരാ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോകും. അതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വ്യവസായ സ്ഥാപനങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു, ആവശ്യമായ കോഴ്സുകൾ കൊടുക്കുന്നു. വലിയ മാറ്റമല്ലേ ആ രംഗത്ത് കാണാൻ കഴിയുന്നത്? ഈ മാറ്റം UDFന്റെ കാലത്താണെങ്കിൽ ഉണ്ടാകുമായിരുന്നോ? UDFനാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുമോ? അവർക്ക് തമ്മിലടിക്കാനല്ലേ നേരം ഉണ്ടാവൂ, മറ്റൊന്നിനും നേരം ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ കാണുന്നില്ലേ, ഒന്നും ഇല്ലാതെ തന്നെ ആകാശത്ത് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലേ? അതല്ലേ UDFന്റെ പ്രകൃതം. നാടിനോട് പ്രതിബദ്ധത, നാടിന്റെ വികസനത്തിൽ താല്പര്യം, ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കാൻ താല്പര്യം. ഇതാണ് ഒരു ഗവൺമെന്റിന് വേണ്ടത്. അതിനാണ് LDF സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കുറെ കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാമായി എന്നല്ല, എന്നാൽ രാജ്യത്ത് കാണുന്ന പലതും ഇല്ലാത്തൊരു നാട് എന്ന് കേരളത്തെ പറ്റി പറയാൻ പറ്റൂ. ഇപ്പോൾ സ്ത്രീകൾ മറ്റു പല സംസ്ഥാനങ്ങളിലും വല്ലാത്ത ദ്രോഹം അനുഭവിക്കുന്നു.
സ്ത്രീ സുരക്ഷ ഏറ്റവും ഭദ്രമായ നാട് കേരളം എന്നത് അർത്ഥശങ്കക്കിടയില്ലാതെ പറയാൻ പറ്റും. അതല്ലേ വസ്തുത. ഉദാഹരണങ്ങളിലേക്കൊന്നും കടക്കേണ്ടതില്ലല്ലോ. നാടിന്റെ അഭിവൃദ്ധിക്ക് നാടിന്റെ ശാന്തിയും സമാധാനവും പ്രധാനമാണ്. അതിൽ ക്രമസമാധാനം ഏറ്റവും പ്രധാനമാണ്. ഇന്ത്യയിലെ ക്രമസമാധാനം ഏറ്റവും ഭദ്രമായി നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റൂ. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഭരണ നിർവഹണം, അതിനാണ് LDF സർക്കാർ ശ്രമിച്ചു വരുന്നത്. ജനങ്ങൾക്ക് ഭരണത്തിന്റെ സ്വാദ് കഴിയാവുന്നത്ര വേഗത്തിൽ അനുഭവിക്കാൻ കഴിയണം. അതിനാണ് ഒട്ടേറെ നടപടികൾ ഓൺലൈനായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിവേഗതയിൽ ജനങ്ങൾക്ക് അവരപേക്ഷിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനങ്ങളിലേക്ക് എത്തിക്കാനാവണം. അതിലുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. ഇനിയും മുന്നേറാൻ കഴിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അത്തരം കാര്യങ്ങളിൽ ഏറ്റവും വലിയ പകയോടെയാണ് കേരളത്തെ വീക്ഷിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റും മറ്റ് നിക്ഷിപ്ത താല്പര്യക്കാരും. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ സഹായിക്കുന്ന നിലപാട് ഇവിടെയുള്ള ചില നിക്ഷിപ്ത താല്പര്യക്കാരും സ്വീകരിക്കുകയാണ്. പ്രത്യേകിച്ച് നേരത്തെയുള്ള കോൺഗ്രസിന്റെ സമീപനം, UDFന്റെ സമീപനം വളരെ നിഷേധാത്മകമായിരുന്നു. ഇപ്പോ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ എല്ലാ MP-മാരും ഒന്നിച്ചു നിന്ന് കേന്ദ്ര ഗവൺമെന്റിനെ കാണാൻ തയ്യാറായിട്ടുണ്ട്. നല്ല കാര്യമാണത്. അത്തരം കാര്യങ്ങൾ ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. എന്നാൽ പലതിലും ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കേരളത്തിന് താല്പര്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഈ കേരളത്തെ മുച്ചൂടും മുടിക്കുക എന്നുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ കേരളത്തിന് താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. അത് കേന്ദ്ര ഗവൺമെന്റിനോട് പറയാൻ കഴിയണം. ഈ കാര്യത്തിൽ LDF കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. LDFന്റെ കരുത്ത് എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് CPIMന്റെ കരുത്ത്. ആ CPIMനെ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കരുത്തുറ്റ ഒരു പാർട്ടിയാക്കി, പ്രസ്ഥാനമാക്കി, കൂടുതൽ ബഹുജനങ്ങളുടെ പിന്തുണയോടെയുള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റുന്നതിനാണ് ഈ ജില്ലാ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.